പരമശിവൻ ഗംഗാധരൻ ആയതെങ്ങനെ? അയോധ്യാധിപതി ആയിരുന്ന ഭഗീരഥൻ ഗംഗാനദിയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലെത്തിക്കാനായി നിരവധി വർഷങ്ങൾ ഗംഗാദേവിയെ തപസ്സു ചെയ്തു. അവസാനം ഗംഗാദേവി പ്രത്യക്ഷയായി അനുഗ്രഹിച്ചു. എങ്കിലും ഭൂതലത്തിൽ പതിക്കുന്ന ഗംഗയെ താങ്ങാനുള്ള ശേഷി ശിവന് മാത്രമേയുള്ളൂ എന്നുപദേശിച്ച് അപ്രത്യക്ഷയായി. പിന്നീട് ഭഗീരഥൻ ശിവനെ തപസ്സു ചെയ്ത് സംപ്രീതനാക്കി. ശിവന്റെ അനുവാദം വാങ്ങി വീണ്ടും ഗംഗാദേവിയെ തപസ്സു ചെയ്തു. ഗംഗ അത്യുഗ്രശക്തിയുള്ള നദിയായി ഭൂമിയിലേക്ക് പതിച്ചു. ഭഗവാൻ ഗംഗയെ തൻ്റെ ശിരസിൽ താങ്ങി നിർത്തി. പക്ഷേ ഗംഗാനദി ശിവന്റെ ജടയിൽ 4 വശത്തും തട്ടി തകർത്തൊഴുകുവാൻ ആരംഭിച്ചു. ഗംഗയുടെ അഹങ്കാരം മനസ്സിലാക്കിയ ശിവൻ ഗംഗയെ തൻ്റെ ശിരസിനുള്ളിൽ ബന്ധിച്ചു. ശിവൻ അങ്ങനെ ഗംഗാധരനായി. ഗംഗാനദി ഭൂമിയിലൂടെ പ്രവഹിക്കാനായി ഭഗീരഥൻ വീണ്ടും ശിവനെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തി. ശിവൻ ഗംഗയെ മോചിപ്പിച്ചു. ശിവനിൽ നിന്നും മോചിതയായ ഗംഗ ശക്തിയായി ഹിമാലയത്തിലൂടെ താഴേക്കൊഴുകി. ഹിമവത്സാനുവിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന ജഹ്നു മഹർഷിയുടെ ആശ്രമത്തിലൂടെ ഒഴുകിയ ഗംഗാനദിയിലെ വെള്ളത്തിൽ ആശ്രമം ഒലിച്ചുപോയി. കുപിതനായ ജഹ്നു മഹർഷി ഗംഗയെ മുഴുവനായും തൻ്റെ കമണ്ഡുവിൽ ആവാഹിച്ചെടുത്ത് പാനം ചെയ്തു. ഭഗീരഥൻ ജഹ്നു മഹർഷിയെ പ്രീതിപ്പെടുത്തി. മഹർഷി ഭഗീരഥൻ്റെ അഭ്യർത്ഥന അംഗീകരിച്ച് തൻ്റെ ചെവിയിലൂടെ ഗംഗയെ പുറത്തേക്ക് വിട്ടു. അങ്ങനെ ഗംഗ ജാഹ്നവിയായി. അങ്ങനെ എല്ലാ തടസ്സങ്ങളും തരണം ചെയ്ത് ഗംഗയെ പാതാളത്തിൽ കപിലാശ്രമത്തിൽ എത്തിക്കുകയും സകരപുത്രന്മാരായ തൻ്റെ പിതാമഹന്മാരെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു.